കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളിലേക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്തോത്രം അതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കർമ്മസാക്ഷിയായ സൂര്യൻ്റെ, അതായത് ദ്വാദശാദിത്യ സ്തോത്രമാണ് പറയുന്നത്. അത് ചൊല്ലിയാൽ ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ, ദുരിതങ്ങൾ അകറ്റും, ദുഃഖങ്ങൾ അകറ്റും, ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും, അതായത് കുഷ്ഠം മുതലായവയൊക്കെ ശമിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ്. ദാരിദ്ര്യം അകന്ന് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്തോത്രം നമ്മൾ ചൊല്ലേണ്ടത്. കാരണം രാവിലെയാണത് ചൊല്ലേണ്ടത്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. അത് ചൊല്ലിയാൽ എത്ര തവണ വേണമെങ്കിലും അത് ചൊല്ലാവുന്നതാണ്. ആ സ്തോത്രം ഇങ്ങനെയാണ്: ആദിത്യ പ്രഥമം നാമ ദ്വിതീയന്തു ദിവാകര തൃതീയം ഭാസ്കര പ്രോക്തം ചതുർത്ഥന്തു പ്രഭാകര പഞ്ചമം തു സഹസ്രാംശു ഷഷ്ടഞ്ചൈവ ത്രിലോചന സപ്തമം ഹരിദശഞ്ച അഷ്ടമന്തു വിഭാവസു നവമം ദിനകൽ പ്രോക്തം ദശമം ദ്വാദശാത്മകം ഏകാദശം ത്രയീമൂർത്തിൻ ദ്വാദശം സൂര്യ ഏവച. ഇതാണ് ആ സ്തോത്രം. അതായത് 12 സൂര്യന്മാരാണ് ഭൂമിയിൽ എവിടെ നോക്കിയാലും, അതായത് 14 ലോകങ്ങളിലും ഉള്ള 12 സൂര്യന്മാരാണ്. അപ്പോൾ ആ സൂര്യന്മാരെ നമ്മൾ ഭജിച്ചാൽ, അതായത് ഇപ്പോൾ നമുക്ക് കാണാവുന്ന കർമ്മസാക്ഷിയായിട്ടുള്ള ഒരേ ഒരു ഭഗവാനാണ്, വൈഷ്ണവ ചൈതന്യം തന്നെയായ സൂര്യനാണ്. ആ സൂര്യനെയാണ് നമ്മൾ ഏത് സമയത്തും കാണുന്നത്. അപ്പോൾ അതിൻ്റെ പര്യായങ്ങളായ 12 ആദിത്യന്മാരുടെ പേരുകളാണ്. ഒന്നാമത്തത് ആദിത്യൻ, രണ്ടാമത്തത് ദിവാകരൻ, മൂന്നാമത്തത് ഭാസ്കരൻ, നാലാമത്തത് പ്രഭാകരൻ, അഞ്ചാമത്തെ സഹസ്രാംശു, ആറാമത്തെ ത്രിലോചനൻ, ഏഴാമത്തെ ഹരിദശ്വൻ, എട്ടാമത്തെ വിഭാവസു, ഒൻപതാമത്തെ ദിനകൃത്ത്, പത്താമത്തെ ദ്വാദശാത്മാവ്, 11ാമത്തെ ത്രയീമൂർത്തി, 12ാമത്തെ സൂര്യൻ. അങ്ങനെ 12 ആദിത്യ നാമങ്ങളാണ്. അത് പ്രാതകാലത്താണ് ജപിച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ശാന്തിയും സമാധാനവും ലഭിക്കുക. ഇത് ജപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതായത് ഇത്ര എണ്ണം എന്നുള്ളത് ഏത് ശ്ലോകമാണെങ്കിലും എത്ര കണ്ട് കൂടുതൽ ജപിക്കാൻ പറ്റുന്നുവോ അത്ര കണ്ട് അതിൻ്റെ ഫലപ്രാപ്തി നമ്മൾക്ക് ലഭിക്കുന്ന. അതായത് ഇപ്പോൾ 7 14 അങ്ങനെ നമ്മളിപ്പോൾ ഒരു കണക്കിടേണ്ട ആവശ്യമില്ല ശരിക്കും ഓരോ ശ്ലോകങ്ങൾക്കും. കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് എത്ര തവണ ജപിക്കാൻ കഴിയുന്ന ആ ഒരു അസുലഭ മുഹൂർത്തം നമുക്കുണ്ടാകുന്നുവോ, സംജാതമാകുന്നുവോ, അത്രമേൽ നമുക്ക് അത് ജപിക്കാം. ഒരു കാരണവശാലും ശ്ലോകം ജപിച്ചത് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ് പ്രാധാന്യം. എത്ര കണ്ട് നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുന്നുവോ അത്ര കണ്ട് ആൾ നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തട്ടെ. ജപിച്ചു തുടങ്ങും. എല്ലാവർക്കും സൂര്യദേവൻ്റെ അനുഗ്രഹം, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.